മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് രോഗിയുടെ കുടുംബം. കാലിന്റെ ഞരമ്പുകൾ പൊട്ടിയ കാര്യം മറച്ചുവെച്ചെന്ന ആരോപണത്തിൽ കുടുംബം ഉറച്ചു നിൽക്കുമ്പോഴും ആരോപണം തള്ളുകയാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്. ശസ്ത്രക്രിയ നടത്തേണ്ട ആവശ്യകതയും ഭവിഷ്യത്തും ബന്ധുക്കളോട് പറഞ്ഞിരുന്നുവെന്നും മനഃപൂർവ്വം പിഴവ് വരുത്തിയിട്ടില്ല എന്നുമാണ് സൂപ്രണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. രോഗിക്ക് കാല് മുറിച്ചു മാറ്റേണ്ടി വരില്ലെന്ന് DMO വ്യക്തമാക്കിയിട്ടുണ്ട്. മലപ്പുറത്ത് നിന്ന് നിഖിൽ പ്രമേഷിന്റെ റിപ്പോർട്ടാണ്. ഇതുവരെ ശരിയായില്ലേ സിസ്റ്റം? കാലിനൊരു വേദന, നടക്കാൻ ചെറിയ ബുദ്ധിമുട്ട്, ഇത് മാത്രമാണ് 73-കാരി പാർവതി അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഇതുവരെ കാലിൽ നടത്തിയത് 3 ശസ്ത്രക്രിയകൾ. കാലനക്കാൻ പറ്റാത്ത അവസ്ഥ. ഞങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് അമ്മമ്മയ്ക്ക് കാലിന് വേദനയാണ് കാണിക്കാൻ പോയതായിരുന്നു. അതിൽ അവർ ചെക്കപ്പ് ഒക്കെ ചെയ്തപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല, ECG റിപ്പോർട്ടും ഒക്കെ ഓക്കെ എഴുതി അവിടുന്ന് ചെയ്യിപ്പിച്ചു. അപ്പോൾ അതിലൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓപ്പറേഷൻ്റെ ഡേറ്റ് തന്നുകൊണ്ട് 10-ാം തീയതി അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. ഈ മാസം 10-ാം തീയതി. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അഡ്മിറ്റായി ഓപ്പറേഷനൊക്കെ ചെയ്ത് വാർഡിക്ക് 11 മണിയായപ്പോൾ രാവിലെ മാറ്റി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു എക്സ്റേ എടുക്കണം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കാൻ വേണ്ടി എക്സ്റേ എടുപ്പിച്ചു. അതിലും കുഴപ്പമില്ല എന്ന് പറയാൻ വേണ്ടി പിന്നെ വാർഡിക്ക് തന്നെ മാറ്റി അവിടെ കടത്തി. പിന്നെ രാത്രി ആയപ്പോൾ കാലിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറി. കളറ് മാറിയപ്പോൾ ഞങ്ങൾ ഡോക്ടറോട് പോയി പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. ആദ്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴാണ് ഈ ഞരമ്പ് മുറിഞ്ഞ കാര്യം ഞങ്ങൾ അറിയണത്. അപ്പോൾ നമ്മൾ അതിന് മുന്നേ നമുക്ക് അറിയില്ലല്ലോ ഞരമ്പ് മുറിഞ്ഞിട്ടാണ് ഇത് കാലിങ്ങനെ ആയതെന്ന്. കാരണം ഒരു കുഴപ്പമില്ലാതെ നടന്നു പോയതാണ്. ചെറിയ കാല് കുത്തുമ്പോൾ ചെറിയ വേദന ഉള്ളായിരുന്നു. നിലമ്പൂർ ചുങ്കത്തറ സ്വദേശി പത്മാവതിയുടെ ചികിത്സയിൽ ആശുപത്രിക്ക് പിഴവ് സംഭവിച്ചിട്ടില്ലെന്നാണ് സൂപ്രണ്ട് വ്യക്തമാക്കുന്നത്. വലത്തെ ഇടുപ്പിനാണ് ശസ്ത്രക്രിയ നടത്തിയത്. ശസ്ത്രക്രിയ നടത്തേണ്ട ആവശ്യകതയും ഭവിഷ്യത്തും ബന്ധുക്കളോട് പറഞ്ഞിരുന്നു. ICUവിൽ 3 മണിക്കൂർ നിരീക്ഷണം കഴിഞ്ഞ ശേഷമാണ് രോഗിയെ റൂമിലേക്ക് മാറ്റിയത്. മനഃപൂർവ്വം പിഴവ് സംഭവിച്ചിട്ടില്ലെന്നും സൂപ്രണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന പാർവതിയുടെ കാല് മുറിച്ചു മാറ്റേണ്ടി വരില്ലെന്നാണ് DMO പറയുന്നത്. കാലിന് ചലനം ലഭിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നും DMO. സംഭവത്തിൽ പ്രതിഷേധിച്ച് BJPയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മഞ്ചേരി മെഡിക്കൽ കോളേജ് പറഞ്ഞ പണമുള്ളവന് മാത്രം ചികിത്സ എന്നുള്ളതാണ് സത്യം. ഏത് രോഗത്തിന് വന്നാലും പല രീതിയിലാണ് ചികിത്സ ചെയ്യുന്നത്. കാലിന്റെ ശസ്ത്രക്രിയക്കെത്തിയ രോഗിയുടെ ഞരമ്പുകൾ മുറിച്ചു മാറ്റിയെന്നാണ് പാർവതി അമ്മയുടെ ബന്ധുക്കൾ പരാതി ഉന്നയിച്ചിരുന്നത്. ചികിത്സാ പിഴവുണ്ടായിട്ടില്ലെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസറും ആശുപത്രി സൂപ്രണ്ടും പരസ്പരം പറഞ്ഞതുകൊണ്ടായില്ല. നടന്ന് ആശുപത്രിയിൽ വന്ന രോഗിക്ക് സംഭവിച്ചതെന്തെന്ന് പൊതുസമൂഹത്തിന് അറിയണം. സർക്കാർ ആശുപത്രികളോടുള്ള വിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണ് ഇത്. നിഖിൽ പ്രമേഷ്, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. മെഡിക്കൽ കോളേജുകളിൽ ഇപ്പോൾ ഒരു ആചാരം പോലെയാണ് ചികിത്സാ പിഴവ് നടക്കുന്നത്. ഇതിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി എടുക്കാത്തത് കൊണ്ടാണ് വീണ്ടും ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്ന് രവികുമാർ PB പ്രതികരിക്കുന്നുണ്ട്. സീന മുഹമ്മദ് പറയുന്ന പിഴവ് സംഭവിച്ചു എന്ന് രോഗിയും മറ്റുള്ളവരും പറഞ്ഞാലും ഹോസ്പിറ്റൽ അധികൃതർ മാത്രം സമ്മതിക്കില്ല എന്നുള്ള പ്രതികരണം കൂടി ഈ വിഷയത്തിൽ വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.